ഇന്ന് ഞാൻ ചേന കൊണ്ട് ഒരു അടിപൊളി മസാലക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചേന കഴിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽഷ്യം ഈ ചേനയിൽ നിന്ന് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ ഇതിൽ omega-3 ഫാറ്റി ആസിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിലെ നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ 250 ഗ്രാംസ് ചേന ഇതേപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കളർ ചേഞ്ച് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത്. ചേന മുറിക്കുമ്പോൾ കൈ ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ തേച്ചാൽ മതി. എന്നിട്ട് ചേന മുറിച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇനി ഈ ചേന എടുത്തിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർക്കുന്നില്ല. ഉപ്പ് നമുക്ക് പിന്നീട് കറി ഉണ്ടാക്കുമ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ വെന്ത് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ചേന മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു പാത്രം വയ്ക്കാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി, അതേപോലെ തന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി കുറച്ച് കൂടുതൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികൾ ചേർക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടാം. അതേപോലെ തന്നെ നമുക്കിനി ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണക്ക് മാറിയിട്ടുണ്ട്, ഒരു ഡാർക്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു വലിയ പഴുത്ത തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ല സോഫ്റ്റ് ആവണ വരെ നമുക്കൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടങ്ങി നമ്മുടെ മസാലയുടെ കൂടി ചേർന്നിട്ടുണ്ട്. ഈ പരുവത്തിലാക്കി എടുക്കണം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചേന ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ചേനയുടെ പീസസ് കൂടുതൽ ഉടയാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഈ ചേനയുടെ പീസസ് മുങ്ങി നിൽക്കും വിധം തേങ്ങാപ്പാൽ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ചേന വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ടേസ്റ്റ് നോക്കും, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഞാനിവിടെ കുറച്ച് നേരം കൂടെ തിളപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വേണ്ട ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ചേനയൊന്നും കൂടുതൽ വെന്ത് തുടങ്ങിയിട്ടൊന്നുമില്ല. ഇതേ ഒരു രീതിയിലാണ് നമ്മൾ ആക്കിയെടുക്കേണ്ടത്. വേറൊരു ചട്ടി എടുക്കുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 6 ചെറിയ ഉള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളുടെ ചേന മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്